സഹകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഈ ഒന്നാം കേരള സ്റ്റോറി ഞാൻ കണ്ടതാണ്. നാലാംകിട ചവറുപടം. എന്തെങ്കിലും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. ആ പടത്തിനടക്കം താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്തു. ദാ വരുന്നു കേരള സ്റ്റോറി എന്ന് താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്താണ്. അപ്പൊ രണ്ടാം കേരള സ്റ്റോറിക്കും ആ ദാ വരുന്നു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ സുഷാബു? അതന്നത്തെ ചോരത്തിളപ്പിന്. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഹാഷ്മി, ഞാനത് ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇവിടെ കേരളത്തിനെ, നമ്മുടെ സംസ്ഥാനത്തിനെ ഇവിടെ BJP-ക്കാരെ സംഘികൾ കണ്ടമാനം അങ്ങ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നു. നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരെ വിചാരിക്കും. കേരളത്തിന് പുറത്ത് കേരളം ഒരു ഭീകര സംസ്ഥാനമാണ്. അത് തിന്മയുടെ ഈ പറഞ്ഞ പോയിന്റാണ്. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. തൂ ലോക് പാകിസ്ഥാനി ഹേ എന്ന് ഒരാൾ പറഞ്ഞ് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ നടത്തിയ കള്ള പ്രൊപ്പഗൻഡയുടെ ആഫ്റ്റർ എഫക്റ്റാ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇവിടെ കർണാടകത്തിൽ വന്ന് ദോ നോക്കൂ കേരളം അതുപോലെ ആവാതെ ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? 80-20 എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെ പറഞ്ഞു ഇവിടെ സംഘ നേതാക്കൾ ഈ കേരളത്തെ തിന്മയുടെ സംസ്ഥാനമായി കാണിക്കാൻ? അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. ഇവിടെ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ദാ കണ്ടില്ലേ ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനം എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 24-ന്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനമാണെന്ന് പറഞ്ഞ അവർ ഒറ്റ വിഷയം ചൂണ്ടി കാണിക്കാവോ? ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം ഭീകര സംസ്ഥാനമാണ്? ഈ കേരളത്തെ പറയുന്ന ഈ പറഞ്ഞ വൃത്തിയോട് പോലെ പറഞ്ഞ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാവോ വ്യാജമായിട്ട്? ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. അപ്പൊ ഈ അവകാശം വായിലും നാവും നിങ്ങൾക്ക് മാത്രമല്ല. അത് വ്യാജമല്ല, വാർത്തയാണ്. ഗുജറാത്തിൽ ഒരു വംശഹത്യ നടന്നു, അത് വാർത്തയാണ്. സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കരുത്. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. അടിച്ചു വന്നു, ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാണ്. പെഹ്ലുഖാനെ അടിച്ചു വന്നു, ബീഫിന്റെ പേരിലാണ്. റക്ബർ ഖാൻ, അലിമുദ്ദീൻ അൻസാരി, കാസിം ഖുറേഷി, മഹാരാഷ്ട്രയിലെ റിയാസും സറാജും ബീഫിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇക്കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാവടക്കം ക്രൈസ്തവർക്കെതിരെ കാട്ടിക്കൂട്ടിയ പേ ആക്രമണങ്ങൾ വ്യാജമാണോ? അത് വാർത്തയാക്കും. അതുപോലെയാണ് ഈ കള്ളം പറയൽ, പുറപ്പാണ്ട പറയൽ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതുപോലെയാണ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ ബാക്കി സംസ്ഥാനത്തിന്റെ മുകളിൽ ഒരു ഭീകര സംസ്ഥാനമാണ്. ഇവിടെ ബീഫ് ആരൊക്കെ കയ്യും കാലും പിടിച്ച് അണ്ണാക്കിലെ കുത്തിക്കേരി കൊടുക്കലാണ് എന്നൊക്കെയുള്ള പച്ചക്കള്ളം അങ്ങേക്ക് പോലും ദഹിക്കും. ഈ സാധനം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്നാം കേരള സ്റ്റോറി വലിയ ഗംഭീര സിനിമയാണ്, കാണണമെന്ന് പറഞ്ഞ് ഇട്ട് അങ്ങിടുവോ? ഈ സിനിമയ്ക്ക് ഇടുവോ? ഇല്ല, അങ്ങേക്ക് പോലും ദഹിക്കില്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇതൊരു ഫീച്ചർ സിനിമയാണ്, ഡോക്യുമെന്ററി അല്ല. കല എന്നാൽ അത് കള്ളമാണ്. കലയ്ക്കകത്ത് ഭാവനയുണ്ടാകും. ഇത് കലയെന്ന് വിളിക്കൽ, ഇത് സത്യത്തിന്റെ കൊലയാണ്. വിട്ടേക്ക്. അത് ഹാഷ്മി, അത് ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാനല്ലേ ഹാഷ്മി തീരുമാനിക്കും. അല്ല, ഞാൻ പറയാണ്, അത് കലയും ഒന്നുമല്ല, അത് കൊലയാണ്. സത്യത്തിന്റെ കൊല. എന്റെ പണി വേളിയിരിക്കുന്ന ശരിക്കും കയ്യിൽ ഇരിക്കുന്ന. ഞാൻ പടം കണ്ടിട്ടില്ല, പടം കാണാതെ ഞാൻ പടത്തിനെ പറ്റി അഭിപ്രായം പറയുകയുമില്ല. ഓക്കെ, അത് ശരി. അതങ്ങ് മഹത്തായ കലാരൂപം എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് മഹത്തായ കലാരൂപം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. വിട്ടേക്ക്, അതിന്റെ നിലപാടാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നീയാണ് മിണ്ടാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പേപ്പർ ചുറ്റി വായിൽ വെച്ചറിഞ്ഞ് ഈ നാട്ടിലെ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, മഹാബലിക്കൊരു കത്ത് എന്നാണ് കവിതയുടെ പേര്. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പ്രൊപ്പഗൻഡയല്ലേ? പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടനാണ് ഇത് പറയുന്നത്. എന്റെ പൊന്നു ഷാവു പ്രസാദ്, എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും നാലാംകിട ചവറെടുത്ത് നടക്കുന്ന ഈ പ്രൊപ്പണ്ട ഉണ്ടാക്കുന്ന കാമാക്കിനെയും കേരളത്തിൽ സ്വന്തം വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? നീ ഒന്നും പണയണ്ട. കേരള സ്റ്റോറി എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളതുകൊണ്ടിട്ടു. അങ്ങനെ ഇടാൻ പറ്റാതെ അങ്ങനെ ഈ നാടിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് അതിന് നാടിനെ പേരിടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് കേരളം തീരുമാനിക്കും.
വലിയ വായിൽ വർത്താനം പറഞ്ഞ എന്റെ കാലെ പിടിച്ചും പിച്ചലടിക്കും. നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടാത്തോ? അത് കേരളം നമുക്ക് തീരുമാനിക്കുന്നേ. കോടതി പോയി സാറേ, ടീസർ പിൻവലിക്കേണ്ടി വന്നു. ആ ടീസർ പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ, ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊങ്ങി.